ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയ്ക്ക് വാശി വേണമായിരുന്നോ? അങ്ങനത്തെ ചില വാശികളെ മോളെ മനുഷ്യനെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അതെനിക്കറിയില്ല. പക്ഷേ ഈ ഡ്രസ്സിന് ആഭരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് വലിയൊരു ഗിഫ്റ്റ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതെന്ത്? ഞാൻ മറ്റുള്ളവരെ കണ്ടു വേണമല്ലോ ജീവിതം പഠിക്കാൻ. എടോ അതെ, നേരത്തെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് മറന്നേക്കാന്നേ. ഞാൻ തിരിച്ചു വന്നപ്പോ എത്ര ഭംഗിയായിട്ടാ താൻ എന്നെ സ്വീകരിച്ചത്. എടോ, ജീവിതത്തിൽ പലപ്പോഴും പലതും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടാ വന്നിരിക്കുന്നത്. ഇനി പരസ്പരം സ്നേഹം തോന്നുന്നതൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം. പിണങ്ങി കഴിയുമ്പോൾ തനിക്ക് സൗന്ദര്യം കുറച്ച് കൂടുതലാണെന്ന് മുമ്പ് ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മയിലാണോ ഇപ്പോഴും? അതെ, ഞാൻ വിദേശത്ത് പോയിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് മുഴുവനും എസ്റ്റേറ്റിൽ നമ്മൾ ചെലവഴിച്ച നല്ല ദിവസങ്ങളെ കുറിച്ചാണ്. എസ്റ്റേറ്റിലെ മഞ്ഞുമൂടിയ പ്രഭാതങ്ങളിൽ മുടിത്തുമ്പിൽ മഞ്ഞൊക്കെ വീണ് ആ മഞ്ഞുകണങ്ങളിൽ വന്ന് സൂര്യന്റെ വെളിച്ചമൊക്കെ തട്ടി അതിങ്ങനെ മിന്നിത്തിളങ്ങുമ്പോൾ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഒരു ദേവത. എടോ, വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പോലും തന്റെ സൗന്ദര്യം അത്രയ്ക്ക് നോക്കിക്കണ്ടില്ല എന്നുള്ളൊരു കുറ്റബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു. വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോ തന്നോടൊപ്പമുള്ള ജീവിതത്തിന് ഒരു വ്യക്തമായ പ്ലാൻ എനിക്കുണ്ടായിരുന്നു. ഈ പോവാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെല്ലാം പോകണം, തന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണം, കിട്ടുന്ന സമയത്തെല്ലാം തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന സ്വപ്നങ്ങൾ കാണണം. പറഞ്ഞിട്ടെന്താ, താൻ പിണക്കല്ലേ? സൂര്യ രാധികയോട് കാണിക്കുന്ന അടുപ്പം എനിക്ക് ഇഷ്ടാവുന്നില്ല. അത് ഏത് ആംഗിളിൽ നിന്നാണെന്ന് സൂര്യ പറഞ്ഞാലും അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എടോ, രാധിക എന്റെ പെങ്ങളെ പോലെ സ്നേഹിക്കുന്നല്ലേ ഞാൻ പറഞ്ഞേ. സോ തനിക്കത് അങ്ങനെ ചിന്തിച്ചാൽ എന്താ? അല്ലെങ്കിൽ തന്നെ തനിക്ക് എന്തിനാ അവളോട് ഇത്ര വൈരാഗ്യം? വരുണിന്റെ ഭാര്യയല്ലേ അവള്, നമ്മുടെ അനിയത്തിയല്ലേ. ആ നിലയ്ക്ക് നോക്കിയാലും ഒരു കുഴപ്പമില്ലല്ലോ. സൂര്യ അവളോട് പിണങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരുപാട് അടുപ്പം കാണിക്കാൻ പറ്റില്ല, അതെനിക്ക് നിർബന്ധം. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അല്ല, ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോ തന്നെ ചില കുറുമ്പുകളും വാശികളൊക്കെ അംഗീകരിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊരു കോന്തം ഭർത്താവാ. അപ്പൊ പിണക്കം മാറിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ വേണം. ഓക്കെ, നമുക്കിടയിൽ ഇനി വേറൊരാളില്ല, വേറൊരാളെ കുറിച്ചുള്ള ചർച്ചയും ഇല്ല. തർക്കങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഇനിയുള്ള നാളുകൾ സന്തോഷമായിട്ട് ജീവിക്കാം നമുക്ക്. അറിയോ? ഓക്കെ. വെറും ഒരു തലയാട്ടലൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. സൂര്യയുടെ മനസ്സിൽ എന്നെക്കാൾ പ്രാധാന്യം മറ്റൊരാൾക്കുണ്ടെന്ന് തോന്നിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. സൂര്യയുടെ ചിന്തകളിലും എനിക്കായിരിക്കണം പ്രാധാന്യം. ദാറ്റ്സ് മൈ ഡിമാൻഡ് ആൻഡ് ദിസ് ഇസ് മൈ പ്രസന്റ്.
നോക്കിയാൽ നമ്മൾ കാണിക്കുന്നൊക്കെ മണ്ടത്തര. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ മുഖം വീർപ്പിച്ച് ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കി കളയാ. മറിച്ചത് എങ്ങനെയൊക്കെയാണെങ്കിലോ സ്വർഗം തന്നെയല്ലേ നമ്മുടെ ജീവിതം. യെസ് സൂര്യ, ഞാനും അതാ ആഗ്രഹിക്കുന്നേ. ആരും ഇടയിലില്ലാത്ത നമ്മുടേതായ ലോകം. ഓക്കെ. ഞാൻ പേടിച്ചുപോയി. അതെ, നമ്മുടെ ഈ ബെഡ്റൂമിൽ ഞാനല്ലാതെ വേറെ ആരും വന്ന് ഈ കൃത്യം ചെയ്യില്ലല്ലോ. അപ്പൊ അത്രയ്ക്ക് പേടിക്കൊന്നും വേണ്ട. ഞാൻ കാത്തിരുന്നതാ, പിന്നെ ഉറങ്ങിപ്പോയി. അതിനെന്താ? അല്ല, ഇതാരെ കാണാൻ ഈ രാത്രി തന്നെ പോയത്? ഞാൻ പോയത് ഇതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയാണ്. നോക്ക്, എങ്ങനെയുണ്ട്? ഇതൊക്കെ എന്താ? ആ, ഇതൊക്കെ കണ്ട എന്താന്ന് തിരിച്ചറിയാനുള്ള പ്രായമൊന്നും തനിക്ക് ആയിട്ടില്ല അല്ലേ? ഇത് ഡ്രസ്, അത് ആഭരണങ്ങൾ. ഇതെന്തിനാ ഇപ്പോ? ഇത് വാങ്ങിക്കാനാണോ പുറത്തു പോയത്? അതെ, അത് എന്റെ ഒരു വാശിയ. തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഏട്ടത്തിൽ തട്ടിപ്പറിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ അതിന് പകരം തനിക്കൊരു ഗിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതെ, കട പൂട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് സമാധാനമായി. ഇത്രയ്ക്ക് വാശി വേണമായിരുന്നോ? അങ്ങനത്തെ ചില വാശികളെ മോളെ മനുഷ്യനെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അതെനിക്കറിയില്ല. പക്ഷെ ഈ ഡ്രസ്സിനും ആഭരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് വലിയൊരു ഗിഫ്റ്റ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതെന്താ? ഈ നിൽക്കുന്ന ആള് തന്നെ. ആ